ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ജിസ് ആന്റണി. നമ്മളെല്ലാവരുടെയും ഉള്ളിൽ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. പക്ഷേ ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മളിൽ പലരും പാതി വഴിയിൽ തളർന്നു പോകുന്നു. വളരെ കുറച്ചു പേർ മാത്രമാണ് വിജയകരമായിട്ട് തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നത്. മികച്ച വിജയം നേടിയ കായിക താരങ്ങൾ, ശാസ്ത്രജ്ഞർ, പൊളിറ്റീഷ്യൻസ്, ബിസിനസ്സുകാർ ഇവരുടെയൊക്കെ ജീവിതങ്ങൾ പരിശോധിച്ചാൽ ഇവരെ വിജയിക്കാൻ സഹായിച്ചത് ഇവരുടെ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകളോ സവിശേഷമായ ജീവിത സാഹചര്യങ്ങളോ അല്ല. ശരിക്കും പറഞ്ഞാൽ ഇവരിൽ പലരും ശരാശരി കഴിവുള്ളവരും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് വളർന്നു വന്നവരുമാണ്. വാട്ട് മേക്സ് ദം ഡിഫറെന്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് us is their mindset. ലളിതമായി പറഞ്ഞാൽ യുവർ മൈൻഡ് സെറ്റ് ഇസ് എ സെറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് തോട്ട്സ് ദറ്റ് ഷേപ്പ് ഹൗ യു മേക്ക് സെൻസ് ഓഫ് യുവർ സെൽഫ് ആൻഡ് ദ വേൾഡ് അറൌണ്ട് യു. എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുമുള്ള നമ്മുടെ ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും ആകെത്തുകയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ മനോഭാവം. ഇതിന് നമ്മെ വളർത്താനും തളർത്താനും സാധിക്കും. ഓരോ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ സ്വീകരിക്കുന്ന പേഴ്സ്പെക്റ്റീവ്സും എടുക്കുന്ന ഡിസിഷൻസും നമ്മൾ ചലഞ്ചസിനെ നേരിടുന്ന രീതിയും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. യുവർ മൈൻഡ് സെറ്റ് ഡിറ്റർമിൻസ് യുവർ റിയാലിറ്റി. ആദ്യമായിട്ട് മൈൻഡ് സെറ്റുകളെ കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു പഠനം നടത്തിയത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറും ഗവേഷകയുമായിട്ടുള്ള കരോൾ എസ് ഡ്വെക്ക് ആണ്. 1960-70 കാലഘട്ടത്തിൽ സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തിയ ഗവേഷണങ്ങളുടെയും തുടർ പഠനങ്ങളുടെയും റിസൾട്ട്സ് 2006 പുറത്തിറങ്ങിയ ഇവരുടെ മൈൻഡ് സെറ്റ് ദ ന്യൂ സൈക്കോളജി ഓഫ് സക്സസ് എന്നുള്ള പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. ഈ പുസ്തകത്തിൽ കരോൾ പറയുന്നത് മനുഷ്യരിൽ പൊതുവെ 2 തരത്തിലുള്ള മൈൻഡ് സെറ്റ്സ് ഉണ്ടെന്നാണ്. ഫിക്സഡ് മൈൻഡ് സെറ്റ് ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ ചിന്തിക്കുന്നത് ഇവരുടെ ബുദ്ധിയും കഴിവും ഒക്കെ ഫിക്സഡ് ആണ്, എന്ത് ചെയ്താലും ഇതിനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. ഇവരെപ്പോഴും ഇവരുടെ കംഫർട്ട് സോണിൽ ഇരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഇതൊന്നും എനിക്ക് പറ്റിയ കാര്യമല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നൊക്കെ ഒളിച്ചോടും. ചലഞ്ചസ് വരുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകും. ഇവർക്ക് പരാജയങ്ങളെ ഭയമാണ്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പരാജയ ഭീതിയിലാണ് ഇവർ ജീവിക്കുന്നത്. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ വിചാരിക്കുന്നത് പരിശ്രമത്തിലൂടെ അവരുടെ ബുദ്ധിയും കഴിവുകളും വളർത്തിയെടുക്കാമെന്നാണ്. ഇവരെപ്പോഴും ഇവരുടെ കംഫർട്ട് സോൺ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ ഓപ്പർച്യൂണിറ്റീസ് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചലഞ്ചസ് സധൈര്യം ഫേസ് ചെയ്യുകയും ചെയ്യും. ഇവർക്ക് പരാജയങ്ങളെ ഭയമില്ല, മറിച്ച് പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണിവർ. നമ്മുടെ മൈൻഡ് സെറ്റ് അത് ഫിക്സഡ് മൈൻഡ് സെറ്റ് ആയാലും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയാലും അതിന്റെ വിത്തുകൾ നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെടുന്നത് നമ്മുടെ കുട്ടിക്കാലത്താണ്. നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ പേരൻസ്, ടീച്ചേഴ്സ്, സൊസൈറ്റി ഒക്കെ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ മൈൻഡ് സെറ്റ് രൂപപ്പെടുന്നത്. നമ്മുടെ ടാലൻസിനെ പ്രേസ് ചെയ്യുകയും എഫേർട്സിനെ പ്രേസ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുമ്പോൾ, മറ്റു കുട്ടികളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ, നമുക്കൊരു ചെറിയ തെറ്റ് പറ്റിയാലോ പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞാലോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് രൂപപ്പെടുകയാണ്. പക്ഷേ ദ ഗുഡ് തിങ് ഈസ് ത്രൂ പാഷൻ ആൻഡ് പെർസിവറൻസ് നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു 2-3 വർഷം മുന്നേ വരെ എൻ്റേതും ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ആയിരുന്നു. എന്നോട് എന്ത് പുതിയ കാര്യം പറഞ്ഞാലും അയ്യോ അതെനിക്ക് പറ്റില്ല, അതിനുള്ള കഴിവും എക്സ്പെർട്ടീസും ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോ പതിയെ പതിയെ ഞാൻ ആ ശീലം മാറ്റി ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തിക്കൊണ്ടുവരികയാണ്. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന 4 സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മിക്കവരുടെയും ഉള്ളില് നമ്മളെ പുറകോട്ട് വലിക്കുന്ന, നമ്മുടെ ഗ്രോത്തിനെ ഹിൻഡർ ചെയ്യുന്ന വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഇന്നർ ക്രിട്ടിക് ഉണ്ട്. എനിക്ക് ഇത്രേ കഴിവുള്ളൂ, എനിക്ക് ഇത്രേ ബുദ്ധിയുള്ളൂ, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്നിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് വെൻ വി ബിലീവ് ദോസ് സ്റ്റേറ്റ്മെന്റ്സ്, വെൻ വി ഡോണ്ട് ക്വസ്റ്റ്യൻ ദം, ഇറ്റ് ബിക്കംസ് എ റിയാലിറ്റി ഫോർ us. ഇവിടെ നമുക്ക് നമ്മുടെ ഇന്നർ ക്രിട്ടിക്കിന്റെ വോയിസ് ഐഡന്റിഫൈ ചെയ്ത് ഇത് ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഇഗ്നോർ ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പുതിയൊരു വൊക്കാബുലറി ഉണ്ടാക്കിയെടുക്കണം. ഐ കോണ്ട് ഡു ദിസ് എന്ന് പറയുന്നതിന് പകരം ഐ ക്യാൻ ലേൺ ഹൗ ടു ഡു ദിസ് എന്ന് പറയാം. ഇംപോസിബിൾ എന്നതിന് പകരം നോട്ട് യെറ്റ് പോസിബിൾ എന്ന് പറയാം. ഇങ്ങനെ നമ്മുടെ തോട്ട്സിനെയും ബിലീഫ്സിനെയും ഒക്കെ ഒന്ന് റീഫ്രെയിം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്ന് ഫോക്കസ് മാറ്റി പോസിബിലിറ്റീസിനെ എംബ്രേസ് ചെയ്യാനായിട്ട് സാധിക്കും.
നമ്മൾ എപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നാല് ശരിയാണ്, ലൈഫ് വിൽ ബി ഈസി. പക്ഷെ അങ്ങനെ ആവുമ്പോൾ ലൈഫിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. എല്ലാ ദിവസവും ഒരേപോലെ തന്നെ മുന്നോട്ട് പോകും. ജീവിതം ഒരു പ്രത്യേക പോയിന്റിൽ സ്റ്റാഗ്നന്റ് ആയിട്ട് അങ്ങനെ നിൽക്കും. ഗ്രോത്ത് ഹാപ്പൻസ് ഓൺലി വെൻ യു സ്റ്റെപ്പ് ഔട്ട്സൈഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. പേഴ്സണൽ ലൈഫ് ആയാലും വർക്ക് ലൈഫിലായാലും നമ്മുടെ മുന്നിൽ വരുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിന് സന്തോഷത്തോടെ യെസ് പറയാം. കാൽക്കുലേറ്റഡ് റിസ്കുകൾ എടുക്കുക. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ട്രൈ ചെയ്യുക. അറിയാത്ത സ്കിൽസ് പഠിച്ചെടുക്കുക. പുതിയ സ്ഥലങ്ങളിൽ പോവുക. പുതിയ ആൾക്കാരെ പരിചയപ്പെടുക. ഇങ്ങനെ നിങ്ങളുടെ കംഫർട്ട് സോൺ പതിയെ പതിയെ എക്സ്പാൻഡ് ചെയ്യുക. യുവർ കോൺഫിഡൻസ് ഓൾസോ ഗ്രോസ് വിത്ത് ഇറ്റ്. പവർ ഓഫ് പെർസിവറൻസിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഏഞ്ചല ഡക്വർത്തിന്റെ ഗ്രിറ്റ്. അതിൽ പുള്ളിക്കാരി പറയുന്നത് ഇങ്ങനെയാണ്: പെർസിവറൻസ് ഇസ് നോട്ട് ജസ്റ്റ് വർക്കിംഗ് ഹാർഡ് ബട്ട് സ്റ്റേയിങ് കമ്മിറ്റഡ് ഓവർ ടൈം. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടത് കഠിന പ്രയത്നത്തെക്കാൾ ഉപരി വഴിയിലെ തടസ്സങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും തളർന്നു പോകാതെ വീണ്ടും പരിശ്രമിക്കാനുള്ള മനസ്സാണ്. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് അറിയാമായിരിക്കും, ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ എത്ര ഡയറ്റ് ചെയ്താലും എത്ര എക്സസൈസ് ചെയ്താലും അതൊന്നും നമ്മുടെ വെയിങ് സ്കെയിലിന് റിഫ്ലക്റ്റ് ആവില്ല. പക്ഷെ അപ്പോഴും ക്വിറ്റ് ചെയ്യാതെ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ സക്സസ് ഇസ് അബൌട്ട് ഷോയിങ് അപ്പ് അഗെയിൻ ആൻഡ് അഗെയിൻ ഈവൻ വെൻ നത്തിങ് സീംസ് ടു ചേഞ്ച്. അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന ആളാണ് യഥാർത്ഥ വിജയി. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും 100% പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ചിന്ത ഉപേക്ഷിച്ച് ഫോക്കസ് ഓൺ ഡെയിലി പ്രോഗ്രസ്. ത്രൂ ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് റുട്ടീൻസ് ഓരോ ദിവസവും ചെറുതായിട്ടെങ്കിലും പ്രോഗ്രസ് ചെയ്യാനായിട്ട്, ഗ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രൈ ടു ബിക്കം 1% ബെറ്റർ എവറി ഡേ. നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് മറ്റാരോടുമല്ല, നമ്മളോട് തന്നെയാണ്. ഇന്നത്തെ ഞാൻ ഇന്നലത്തേതിൽ നിന്ന് എത്ര ബെറ്റർ ആയി എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. നമ്മുടെ വഴിയിലെ ഓരോ മൈൽ സ്റ്റോണും സെലിബ്രേറ്റ് ചെയ്യുക, ജീവിതം ആഘോഷിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി, അത് വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയുമാണ്. കഴിവില്ല എന്ന ചിന്ത നമ്മളെ ഒന്നിലും പുറകോട്ട് വലിക്കാനായിട്ട് പാടില്ല. കഴിവിനേക്കാൾ വലിയ ശക്തിയാണ് പരിശ്രമം. ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലന്റ് വെൻ ടാലന്റ് ഡസൻറ്റ് വർക്ക് ഹാർഡ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ. ബൈ.